അറിയത്തില്ല. ഏതായാലും ഈ കാര്യങ്ങൾ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കൂ. ഇതെല്ലാവരുടെയും ഒരു കൺസേൺ ആണ്, അതെല്ലാം ഞാൻ പറയുന്നില്ല. അതേപ്പറ്റി ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു പുഷ് ആൻഡ് പുൾ ഫാക്ടർ ഉണ്ട്. ഇവിടെ നിന്ന് ആളുകളെ പുഷ് ചെയ്ത് പോകുന്ന സോഷ്യൽ എൻവയൺമെന്റ് ഇവിടെ നിലനിൽക്കുന്നു. അതേ സംബന്ധിച്ച് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും മത നേതാക്കളും ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സോഷ്യോളജിസം പുള്ളിങ് ഫാക്ടേഴ്സ്, മറ്റ് രാജ്യങ്ങളിലേക്ക് പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ, ഫാക്ടേഴ്സ്, അവിടുത്തെ സൗകര്യം, അവിടെയുള്ള ഫ്രീഡം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലുള്ള അവിടെ ബെറ്റർ ആയിട്ടുള്ള സംവിധാനം, ഇതൊക്കെ യുവതയെ പുറത്തേക്ക് ആകർഷിക്കുന്നതായ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഞാൻ പിണറായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് 4ാം വാർഷികത്തിൽ കോട്ടയത്ത് അദ്ദേഹം സമ്മേളനം വിളിച്ചു കൂട്ടിയപ്പോൾ വളരെ വിശദമായിട്ട് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ ഫാക്ടർ അഡ്രസ് ചെയ്തുകൊണ്ട് യുവജനങ്ങളെ ഇങ്ങോട്ട്, ഇവിടെയുള്ള ബ്രെയിൻ ഡ്രെയിൻ മാത്രമല്ല ബ്രെയിൻ ഗെയിനിന് വേണ്ടി ഗവൺമെന്റ് തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഈ കേരളത്തിലെ എല്ലാവരുടെയും സഹകരണത്തിൽ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണമെന്ന് അന്ന് ഞാൻ ആവശ്യപ്പെട്ടു. ഞാൻ നിങ്ങളോട് അത് ഷെയർ ചെയ്യാനാണ്. ഫാക്ടേഴ്സ്, ഇവിടുത്തെ വിദ്യാർത്ഥികളെ മറ്റിടങ്ങളിലേക്ക് ചേക്കേറാനായിട്ട് ഉള്ള പുഷ് ഫാക്ടേഴ്സ് ഇതാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കൂ.